ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മുടെ കസാക്കിസ്ഥാൻ ട്രിപ്പിൻ്റെ ബാലൻസ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അൽമാട്ടിയിലെ സൗത്ത് വെസ്റ്റേൺ റീജിയനിലുള്ള അൽമരാസൻ എന്ന മൗണ്ടൻ സ്പോട്ടിലോട്ടാണ് നമ്മുടെ ഈ യാത്ര. ഇതേ വഴി തൊടാമൊരേ മനമായി ഒരേ ഉടൽ ചിറകാൽ മേഘവാനിലുയരേന തളിർവയിൽ മലരെ ഉയിർ കനൽ തരിയായി പകർന്നിടാം കുളിരിൽ അനുരാഗ താരമിഴി കാണാം. കടൽ പോലെ നാം തിരയായി കര തിരയുന്നേ മണൽ മേലാകെ മലമുകളിലുള്ള മഞ്ഞുകൾ ഉരുകി താഴോട്ട് വരുന്ന വെള്ളമാകുകൊണ്ട് നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത വെള്ളവും ഇളം ചെറിയ ചൂട് കാറ്റും. ആഹാ, അടിപൊളി. ലോകം ചേർന്നിടുമറിയാതെ എന്നെ ഒരു മായ ചിരിയാലേ നീ കവരുന്നേ നിന്നെ അറിയാനായി അലയുന്നേ ഞാനിവിടാകെ ഇതേ മിഴിയാലൻ മനമാകെ പൂവെറിയുന്നേ ഒരേ സഹയാനം തുടരാം നാം ഈ ഉലകാകെ. തണൽ മരമാകും നീ മലർ മണമാകും നീ. അങ്ങനെ ഞങ്ങൾ അൽമരാസനിലെ വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. റിസർവോയറും ചാരൻ കന്യാനും. ഒഴിഞ്ഞിടും നെഞ്ചാകെ ഉണർന്നിടും കാറ്റായ മോഹവാതിലുകളെ ഒരു നിലാമഴ തൊടും മെയ്യിൽ ശലഭമേ അഴകു നെയ്തിടുക നീ നനവാലേ ഒടുവിലെ മഴയിലും നമ്മൾ നനയുവാനിടവരും നീയൻ ഹൃദയമാം കുടയതിൽ ചേരില്ലേ എന്നെ ഒരു മായ ചിരിയാലേ നീ കവരുന്നേ നിന്നെ അറിയാനായി അലയുന്നേ ഞാനിവിടാകെ ഇതേ മിഴിയാലൻ മനമാകെ പൂവെറിയുന്നേ. ചാരിൻ കന്യ കസാക്കിസ്ഥാനിലെ പ്രകൃതിദത്തമായ അത്ഭുതങ്ങളിലൊന്നാണിത്. മധ്യേഷ്യയിലെ ഗ്രാൻഡ് കന്യാൻ എന്നും ഇത് പലപ്പോഴും അറിയപ്പെടുന്നു. കസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ അൽമാട്ടിയിൽ നിന്നും ഏകദേശം 200 മീറ്റർ കിഴക്കായി ചൈനീസ് അതിർത്തിക്കടുത്താണ് ഈ കന്യാൻ സ്ഥിതി ചെയ്യുന്നത്.
ഏകദേശം 12 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം കടലായിരുന്നു. വർഷങ്ങൾ നീണ്ട കാറ്റും മഴയും ചാരിൻ നദിയുടെ ഒഴുക്കും തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് പ്രകൃതിദത്തമായ മണ്ണൊലിപ്പ് മൂലം ഈ കന്യാൻ രൂപപ്പെട്ടത്. ഇവിടുത്തെ ചുവന്ന മണൽക്കല്ലുകൾ പ്രകൃതിദത്തമായ ഒരു ശില്പം പോലെ കാണപ്പെടുന്നു. ചുരുക്കത്തിൽ കസാക്കിസ്ഥാനിലെ പ്രകൃതി സ്നേഹികൾക്കും സാഹസിക സഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അതുല്യമായ ഭൂമിശാസ്ത്രമായ സവിശേഷതയുള്ള ഒരു വിസ്മയമായ കാഴ്ചയാണ് ചാരിൻ കന്യാൻ. അങ്ങനെ കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ട് സാത്തി വില്ലേജിലെത്തി. ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. വീണ്ടും കാണാം.